ഹായ് വെൽക്കം ബാക്ക് ടു അബിസ്യൂഷൻ. നമ്മൾ സാധാരണ നമ്മുടെ ഫ്രണ്ട്സിന്റെ കയ്യിലൊക്കെയുള്ള ചില ഫോണിൽ നമ്മൾ കേൾക്കാറുണ്ട്, ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് അനൗൺസ് ചെയ്യുന്നു അല്ലെ, ആരാണ് വിളിക്കുന്നത് എന്നുള്ളത്. അതായത് നമ്മുടെ കോൺടാക്ട്സിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന നമ്പർ ആണെങ്കിലും അല്ലാത്ത നമ്പർ ആണെങ്കിലും അനൗൺസ് ചെയ്യുന്ന നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് വളരെ അതിശയം തോന്നാറുണ്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാന്നുള്ളത്. ചിലതൊന്നും തീരെ ക്ലിയർ ആവില്ല, പക്ഷെ ചില ഫോണുകൾക്ക് നല്ല ക്ലിയറിലായിട്ട് നമുക്ക് കേൾക്കാം. അത് വളരെ ഉപകാരമാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെയാണ്, നമ്മുടെ പോക്കറ്റിലൊക്കെയാണ് ഉള്ളതെങ്കിൽ നമുക്ക് ആരാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ചില നമ്പറുകളൊക്കെ നമുക്ക് എടുക്കേണ്ട എന്നുള്ളതാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാനും സാധിക്കും അല്ലെ. പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ വളരെ യൂസ്ഫുൾ ആണ്. ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് കേട്ട് നോക്കുക. കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ചെറിയൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പൊ എന്താണ് ആപ്ലിക്കേഷൻ പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടതിലെ കുഞ്ഞ് ലൈക്ക് ബട്ടൺ ഇല്ല, അതൊന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അടിപൊളി ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ലൈവായിട്ട് കാണിച്ചത്. അപ്പൊ നമുക്ക് സാധാരണ നമ്മുടെ ഡയലർ പാഡിൽ നമുക്ക് ഇതിനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വളരെ ക്ലിയർ ആയിട്ട് മറ്റാരെങ്കിലും അനൗൺസ് ചെയ്യുന്ന നമുക്ക് കേൾക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ ഒന്ന് നമ്മൾ കയറുക എന്നുള്ളതാണ്. ഈ പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയതിനു ശേഷം നമുക്ക് ട്രൂ കോളർ ഉണ്ടല്ലോ, നമ്മുടെ ആ ട്രൂ കോളർ എന്നുള്ള ചെറിയൊരു ആപ്ലിക്കേഷൻ, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ, ട്രൂ കോളർ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പ്രൊഫൈൽ ഐക്കൺ കാണുന്നുണ്ട്, അതിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് റൈറ്റ് സൈഡിലേക്കായിട്ട് നമുക്ക് 3 ഡോട്ട്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ആ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് നമുക്ക് കാണിക്കുന്നുണ്ട്. ഔട്ട് ഗോയിങ് കോൾസ്, ഇൻകമിംഗ് കോൾസ്, മിസ് കോൾസ്, ഇതിന്റെ കുറെ ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതിൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. മനസ്സിലാക്കിയോ, സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ ആണ് നമുക്ക് വേണ്ടത്. ആ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ജനറൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ജനറൽ, അതിന്റെ തൊട്ട താഴെയായിട്ട് നമുക്ക് കോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിന്റെ താഴെ നമുക്ക് മെസ്സേജ് ചെയ്യാനും അസിസ്റ്റ്, ഗൂഗിൾ അസിസ്റ്റ് പോലെ അസിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കോൾസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കോളർ ഐ ഡി ഫുള്ള് സ്ക്രീനിൽ കാണുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. പോപ്പപ്പ് പോലെ വരുന്നതൊക്കെ നമുക്ക് അറിയാം. ഇത് അറിയാത്തവരാണെങ്കിൽ ഇതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് ഞാൻ ചെയ്തു തരുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്നുണ്ട്, കണ്ടില്ലേ, ഫോൺ കോൾസ്, അനൗൺസ് കോൾസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ട് ഷോ ഫ്രീക്വന്റ്ലി കോൾഡ് കോൺടാക്ട്സ്, നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആളുകളെ കോൺടാക്ട്സ് മാത്രം കാണിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും. ഇവിടെ നമുക്ക് അനൗൺസ് ഫോൺ കോൾസ് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇത് നമുക്ക് ഇവിടെ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. അനൗൺസ് കോൾസ്, അതായത് നിങ്ങൾ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അത് അനൗൺസ് ചെയ്ത് കേൾപ്പിച്ചു തരും ആരാണ് അത് വിളിക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല ഇതിൽ കുറച്ച് സെറ്റിംഗ്സുകൾ കൂടി ഉണ്ട്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാം, വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഇതൊന്ന് അനൗൺസ് ചെയ്യുന്നത് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ താഴെ സെറ്റിംഗ്സ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓൾവേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾവേസ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ സമയത്തും നമുക്ക് കോൾസ് വരുന്ന സമയത്ത് നമുക്ക് ഓൺ ചെയ്തിട്ട് നമുക്ക് ഫോണിലേക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കും ആരാണ് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഓൺലി വെൻ കണക്റ്റഡ് ടു ഹെഡ്ഫോൺസ്. നമ്മൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് നമ്മൾ വണ്ടിയിലൊക്കെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ ഹെഡ്ഫോൺ ഒക്കെ വെച്ചാൽ ചിലപ്പോൾ ആരാ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമുക്കത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാന്നുള്ള മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് അനൗൺസുകൾക്കും പറയാലോ. അതിന്റെ താഴെയായിട്ട് അനൗൺസ് കോൾസ് ഫ്രം സേവ്ഡ് കോൺടാക്ട്സ് ഓൺലി, അതായത് നമ്മൾ നമ്പറിൽ സേവ് ചെയ്ത് വെച്ച ആൾക്കാർക്ക് മാത്രം അനൗൺസ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അതേപോലെ തന്നെ നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യം, യാത്ര ചെയ്യുന്ന സമയത്ത് അധികം ഫോൺ ഉപയോഗിക്കരുത് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ നമുക്ക് ചില സന്ദർഭങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചാൽ ആരാണോ നമ്മൾ വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും നമുക്ക് ഫോൺ കൈകൊണ്ട് തൊടാതെ തന്നെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും സാധിക്കും.